എല്ലാവർക്കും ഹായ്. ഇപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലാൻ്റെ 2 എന്ന അനിമയുടെ എപ്പിസോഡ് 50. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവ് പെയിൻഫുൾ ആയിട്ട് ഇരിക്കുന്നതാണ്. അവന്റെ മുൻപിൽ സാക്രിഫൈസ് ചെയ്യുന്നതിന് മുൻപ് യുഹാവിന്റെ ഉള്ളിലെ മാസ്റ്റർ സെർവന്റ് കണക്ട് ആക്കിയ ശൂന്യുവിന്റെ സ്പിരിറ്റ് സോഡ് ആയ പുതിയ സ്കില്ല് അതൊരു ഭ്രൂണം പോലെ ആയതും അത് മാറി ജനിക്കാനായിട്ട് പോകുന്നതാണ്. അതാണ് അവൻ ഇത്ര പെയിൻഫുൾ. അതിനെന്തൊക്കെയോ മാറ്റങ്ങൾ. ഇതെല്ലാം നടക്കുന്നത് അവന്റെ സോൾ സെയിലാണ്. ടൈമങ്ങും ബിഗ്മിങ്ങും സ്ലീപ്പിലേക്ക് പോയതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും അറിയുന്നില്ല എന്നാകണം തോന്നുന്നത്. അങ്ങനെ അതിനുള്ളിൽ നടന്നത് ഒരു ബോർഡ് പോലെയായി. അത് പൊട്ടി അതിനുള്ളിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണാം. അവൾ അവിടെ ഓടി കളിക്കുന്നു. അതുപോലെ ആ എഗ്ഗ് അത് തിന്നുന്നു നോക്കുന്നു. ഒരു ക്യൂട്ടായ ലിറ്റിൽ ഗേള്. ഇതാണ് സ്നോ ഗോഡസിന്റെ ലിറ്റിൽ രൂപം. യുഹാവനെ കണ്ടപാടെ പപ്പ എന്നും പറഞ്ഞുകൊണ്ട് വരുവാണ്. ശൂന്യനും പുറത്തു വരാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. നേരെ ചെന്ന് തന്തയെ അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പപ്പ എങ്ങനെ എന്ന് പറഞ്ഞ അവൻ ഷോക്ക്. ഇത് മനസ്സിലാകാതെ ടിയഞ്ഞു. എന്നാൽ അവളെ പേടിച്ച് ഒരു ചെറിയ പവർ ഉപയോഗിക്കുന്നു. എൻ്റെ റിയലി തന്നെ സ്നോ കോൾഡ് ആക്കാനായിട്ട് തുടങ്ങി. ടൈഞ്ഞു ഒരു ഷീൽഡ് പോലെ വെച്ച് തടയുന്നുണ്ട്. ഇവൻ ദുഷ്ടന്മാരാണോ എന്ന് അവരെ കണ്ട് ചോദിക്കുമ്പോൾ അല്ല, നീ നിർത്ത്, അവർ നമുക്ക് അറിയാവുന്ന ആളാണ്. അവൾ നിർത്തി. അങ്ങനെ നോർമലായി ടൈഞ്ഞെ നോക്കുമ്പോൾ അവിടെ സ്റ്റണ്ണായിട്ടിരിക്കുകയാണ്. ഇവളൊക്കെയാണ് ക്യൂട്ടാണല്ലോ എന്നേ ഉള്ളൂ. സ്വഭാവം അങ്ങനെയല്ല. യുഹാവനോട് ഇത് പുതിയ സ്കില്ല് വല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, നെക്രോമൻസർ ഉണ്ടാക്കിയ ആ കാര്യം പറയുന്നു. അവനോടെ പോയി ഇത് സ്നോ ബോർഡ്സോ ഗ്രേറ്റ് ടോപ്പ് 10 മൂന്നാമത്തെ റാങ്കായ കിങ്ങോ അതേന്ന് പറയുവാണ്. അവനോടപ്പോൾ സോൾ റിങ് അതിന്റെ കാര്യം ചോദിക്കുമ്പോൾ പപ്പയ്ക്ക് സോൾ റിങ് ഇല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നു. ഇല്ല, എനിക്ക് ഇനി സ്പേസ് ഇല്ല എന്ന് പറയുകയാണ്. ആൾറെഡി അവൻ 50 ആയല്ലോ, എങ്കിലും കഴിയില്ല എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മാർഷൽ സോൾ അതിലാക്കാനായിട്ട് പറയുന്നു. അവൾ നോക്കുമ്പോൾ സ്പേസ് ഉണ്ട്. അപ്പോൾ തന്നെ ചെയ്യാനായിട്ടും തുടങ്ങി. അവന്റെ മാർഷൽ സോൾ റെഡ് സോൾ റിങ്. അത് കണ്ട് അവര് ഞെട്ടിപ്പോയി. അതിനുശേഷം അടുത്ത ഒരു സോൾ റിങ് വരുന്നു. വെള്ള വൈറ്റും പിങ്കും കൂടെ ചേർന്ന് ഒരെണ്ണം 2 വന്നു, 3 വന്നു, 4 വന്നു. അത് വൈറ്റും പിങ്ക് ആദ്യമായിട്ടാണ് കാണുന്നേ. എന്നാൽ ടൈനപ്പോ അല്ല, ഇത് തീർന്നില്ല. നോക്കുമ്പോൾ വൈറ്റ് പിങ്ക് എന്ന സോൾ റിങ് ഓറഞ്ച് കളറിലായിട്ട് മാറുന്നു. അതായത് ആ സോൾ റിങ്ങിന്റെ വർഷം കൾട്ടിവേഷൻ കൂടി എന്നതാണ്. നീ സോൾ റിങ് ആയതല്ലേ പിന്നെയും കൊടുത്ത്. അവളുടെ സോള് അവനായിട്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ അവള് ഡെഡ് ആകില്ല. യുഹാവയ്ക്ക് അങ്ങനെ 4 ഓറഞ്ച് സോൾ റിങ്ങും ഒരു റെഡ് സോൾ റിങ്ങും. റെഡിനൊക്കെ മുകളിലാണ് ഓറഞ്ച് കളറിലുള്ളത്. അവന് കിട്ടിയ 4 സോൾ റിങ് 4 എബിലിറ്റി ആയിരിക്കും. അവളുടെ പവർ അങ്ങനെയാക്കി എടുത്താണ്. റിക്കവർ ആയപ്പോൾ കൂടുതൽ പവേഴ്സ് കിട്ടി. അതാണ് കളർ മാറ്റിയത്. ഏകദേശം മനസ്സിലായി കാണണം. അവനോട് കിട്ടിയ എബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നു. പുറത്തേക്ക് പോകുന്നു. ഞാൻ നിന്നെ കൊണ്ടുപോട്ടെ. പിന്നെയും കൊടുത്തു. ടായ് വന്നിട്ട് ഞാൻ ലിറ്റിൽ ഗേളുമായിട്ട് മത്സരിക്കട്ടെ. ശരി, എന്ന മാർഷൽ സോഡ് ഉപയോഗിക്കാൻ പാടില്ല. ടായ് ഒക്കെ പറഞ്ഞു പോയി. അവരും പോയി. അവനോട് നീ എന്നെ ഒന്ന് കുലിക്കാൻ നീ ജയിച്ചു. അവനും ഓക്കെ. തോറ്റാൽ അവളെ ഞാൻ ഒന്ന് ഹഗ് ചെയ്യും. അവനും പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ആദ്യ കോപ്പറേറ്റ് മാച്ചാണ്. ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഓക്കെ എന്ന രീതിയിൽ അവളും തലയാട്ടുന്നുണ്ട്. അങ്ങനെ ആദ്യം നേരെ ചെന്നു നടന്നില്ല. അങ്ങനെ പല രീതിയിൽ നോക്കി ഫൈറ്റ് ചെയ്യാൻ നോക്കി. എന്നതൊന്നും കൊണ്ടായില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അൾട്ടിമേറ്റ് പഞ്ച് സ്ട്രൈക്ക് അത് ഉപയോഗിച്ച് അതുപോലും തടഞ്ഞു. കാരണം ഏൻഷ്യന്റ് ബീസ്റ്റ് ആണല്ലോ. അതുപോലെ കോൺഷ്യസ്നെസ് ഡിവൈൻ പവേഴ്സും ഉണ്ട്. അവന്റെ മാസ്റ്ററായ മൂയൻ ഈ സ്കില്ല് അത് എളുപ്പത്തിൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഒരു സ്കില്ല് ഐസംപ്രസും ഐസോ ടെസ്റ്റിങ് ഐ ഓഫ് ടെസ്റ്റിങ് അതും കൂടി ചേർന്ന ഒരു സ്കില്ല് അത് ഉപയോഗിക്കുന്നു. ഐസംപ്രസ് ബ്രത്ത് അങ്ങനെ എന്തോന്നു സംഭവം. ഒരു പച്ച ലൈറ്റ് നേരെ വരും. അതിന്റെ കൂടെ ഐസംപ്രസിന്റെ ടൈലും കൂടി ചേർന്ന് പ്രഷർ പോലെ താഴ്ത്താനായിട്ട് നോക്കുന്നുണ്ട്. ഇതൊരു നോർമൽ സോൾ മാസ്റ്റർ ആയിരുന്നെങ്കിൽ തറയിലൊട്ടിയാണ്. സെക്കൻഡ് മാസ്റ്റർ ഫൈറ്റ് എടുത്തുന്നു. വാ പോയി കാണാം എന്തൊക്കെ വിളിച്ചുകൊണ്ട് പോയ കുറെ പേര് അവരെല്ലാം പറപ്പിച്ചുകൊണ്ടു. അങ്ങനെ അത് എന്തോന്ന് നടന്നതുപോലെ നോക്കുമ്പോൾ ഒരു കുലുക്കും പോലെ കഴിയാതെ അവിടെ നിൽക്കുവാണ് ടായ്. അവര് മനസ്സിലാതാക്കി വിചാരിച്ചിട്ട് എന്റെ പവർഫുൾ ആയ സ്കില്ല് പോലും കഴിഞ്ഞില്ല. സോൾട്ടോട് ഉപയോഗിക്കാനായിട്ട് വന്നപ്പോൾ ശൂന്യ തടഞ്ഞു. അവളുടെ കാര്യം മറന്നു. അവളോട് ഇനി നീ പറയുന്ന കേൾക്കാം. യുഹാവ ഐസംപ്രസിന്റെ ഡൊമൈൻ സ്കിൽ യൂസ് ചെയ്ത് ശൂന്യ ഫസ്റ്റ് സോൾ സ്കില്ല് സ്നോ ഡാൻസ് സൺഷൈൻ എന്നൊരു സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു മാർഷൽ സോൾ അല്ല, സോൾ റിങ്ങിലെ എബിലിറ്റിയാണ്. സോൾ സ്കില്ല് രണ്ടും കൂടി ചേർന്ന് സ്നോ ഡാൻസ് ഫ്രീസിംഗ് ഡൊമൈൻ അത് ഉണ്ടാക്കി. അത് അവിടെ മുഴുവൻ ഒറ്റയടിക്ക് ഫ്രീസായി. യുഹാവ മനസ്സിലെ ഐസംപ്രസിന്റെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്ട്രെങ്തും അറ്റാക്കുമാണ്. അതിന്റെ കൾട്ടിവേഷനും കൂടിയാകുമ്പോൾ വളരെ സ്ട്രോങ് ആണ്. എന്ന് എനിക്കത് 10 മീറ്റർ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക ആ ഡൊമൈൻ. എന്നാൽ സ്നോയുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ എൻ്റെ ഹോത്തേൻ സെക്ട് വരെ ഫ്രീസാക്കി. അതിന് കാരണം സ്നോയാണല്ലോ അവിടെ മുഴുവൻ ഉള്ളത്. പിന്നെ ടോപ്പ് 3 ഒരാളുമാണ്. അതിൻ്റെതായ പവേഴ്സ് അതും കാണും. അതിനുശേഷം വേറൊരു സ്കില്ല് കൂടി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അവന്റെ ലെഫ്റ്റ് കൈ അതുമായിട്ട് കണക്ട് ചെയ്തപോലെ അവന്റെ പവേഴ്സ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ശൂന്യം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവസാനം അത് വിടുന്നു. സൂക്ഷിക്കാൻ ടൈനും പറയുന്നുണ്ട്. എംപറർ പാം എന്ന ഒരു ഓഫ് ദ സ്നോ ഗോഡസിന്റെ 3 മൂവില് ഒന്നാണ്. ടൈയുടെ ഹാൻഡ് അനങ്ങാൻ കഴിഞ്ഞില്ല. അവള് ചെയ്തത് ഹോത്തേൻ സെറ്റിലെ ഡിസിപ്ലിൻസ് വരെ ഫ്രീസായി. എങ്കിലും അത് പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ആക്കി. എന്നിട്ട് കൂളായിട്ട് നിൽക്കുന്നു മണ്ടത്തരം പറയാതെ. എന്നാൽ ടായ് ഇതൊക്കെ എന്തെന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ടൈനു പറയുന്നുണ്ട് അവളുടെ
അൾട്ടിമേറ്റ് സ്കിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴാണ് കാണിക്കുന്നത് ഒരു സോഡ് പോലെ ഉള്ളത്, ചങ്ങലയിൽ ലോക്കൊക്കെ വെച്ചേക്കുന്നത്. ആ സീല് അത് ബ്രേക്ക് ആയതുപോലെയും യുഹാവന്റെ കയ്യിൽ വന്നിട്ട് അവനൊരു വെട്ട്. ആകാശത്തു നിന്നും ഒരു ഭീമകരമായ ഒരു സോഡ് അത് വരികയാണ്. അതിന്റെ പേരാണ് എംബറർ സോഡ്. അത് ഐസ് സോഡ് ചേർന്നതാണ്. അത് കണ്ട് ടൈ മാർഷൽ സോഡ് എടുക്കുകയാണ്. അതെടുത്താൽ തോറ്റു എന്നാണ് അർത്ഥം. എങ്കിൽ അത് എടുത്തു, തടഞ്ഞു. ഗ്രാവിറ്റി സ്കില്ലൊക്കെ യൂസ് ചെയ്ത ആ ഐസ് സോഡ് അതിന് മുഴുവൻ കൺട്രോളിലാക്കി. അങ്ങനെ അതിന് തടഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് ഷോന് ഒന്ന് ചിരിക്കുന്നത്. കാല് വെച്ച് ഒറ്റത്തള്ളു വേണ്ടെന്ന് യുഹാവൻ പറയുന്നുണ്ട്. നോക്കുമ്പോൾ അതിൽ ഐസ് എല്ലാം പോയിട്ട് യഥാർത്ഥ അൾട്ടിമേറ്റ് എംബറർ സോഡായി. അങ്ങനെ മാറി ഗ്രാവിറ്റി സ്കില്ല് പോലും ഇല്ലാതായി പോയി. ഞാൻ ഒന്നുകൂടെ ചാവാൻ പോകുന്നു എന്ന് വരെ ടായ്. അങ്ങനെ ടായിനെ തടയാൻ നോക്കി, അത് കഴിയാതെ അപ്പുറത്ത് ടായ് തന്നെ ഫ്രീസാക്കി. ഒരു സൈഡിൽ കൂടെ പോയതുകൊണ്ട് തന്നെ മുറിഞ്ഞതേ ഉള്ളൂ. ടായ് തന്നെ എത്രമാത്രം സ്ട്രോങ് ആണെന്നറിയാം. അപ്പോൾ ഈ സ്കില്ലുകൂടി എത്രത്തോളാണെന്ന് മനസ്സിലാക്കാം. അതായത് യുഹാവ വളരെ ഓവർ പവറായ ക്യാരക്ടറാക്കി മാറ്റി. ഇത്ര ഓവർ പവർ ആയിട്ടുള്ള ക്യാരക്ടർ അത് ഇപ്പോൾ ആവശ്യമുണ്ടോ? സ്റ്റോറി പോലും എന്താണെന്ന് കാണിച്ചിട്ടില്ല. അവളോട് അങ്കിൾ ടായി എനിമിയല്ലല്ലോ, പിന്നെന്താ? അവളൊന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. ഞാൻ തോറ്റില്ല, പോടാ മാറി. യുഹാവനോട് സ്നോ ഗോഡസിന്റെ ഗ്രേറ്റ് 3 മൂവില് 2 കാണിച്ച്. അത് സോൾഡറിനായിട്ട് കിട്ടിയത്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 4ാമത്തെ സ്കില്ല് കൂടി ഉണ്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ വാവ ഉറങ്ങിപ്പോയി. അത് അവൾക്ക് അറിയില്ലായിരിക്കും. പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. ഓക്കെ, ബൈ.